ഈ ഉള്ളി കണ്ടോ? ഞാനിത് എന്തിനാ വെള്ളത്തിൽ ഇട്ടേക്കുന്നതിനായിരിക്കില്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ റീൽസിൽ ഈ ഇടയ്ക്കൊരു ഹാക്ക് കണ്ടു, ഉള്ളിത്തൊലി എങ്ങനെ ഈസി ആയിട്ട് പൊളിക്കാമെന്ന്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് ഉള്ളിത്തൊലി കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മിയാൽ ഉള്ളിത്തൊലി പറഞ്ഞു വരുമെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് കുറച്ച് നേരം ആയുള്ളൂ. മേ ബി ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഇത് ഹാക്ക് വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. ഹലോ, നമ്മുടെ ഉള്ളി വെള്ളത്തിലിട്ടിട്ട് 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇതിന്റെ പരുവം ഇങ്ങനെയുണ്ട് ഇപ്പം. നൗ ലെറ്റ്സ് സീ ഇതിന്റെ തൊലി പൊളിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, തൊലി പൊളിഞ്ഞ് വരുന്നുണ്ടല്ലോ. ആഹാ, തൊലി പൊളിഞ്ഞു. അപ്പൊ ഈ ഹാക്ക് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ പൊളിച്ച് നോക്കാം. രണ്ട് കൈ കൊണ്ടും വേണം പൊളിക്കാനെന്ന് തോന്നുന്നേ. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു കയ്യിൽ പൊളിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇത് പൊളിഞ്ഞു വരുന്നുണ്ട്. തൊലി പൊളിക്കൽ ഹാക്ക് വർക്കിംഗ് ആണ്. ഞാൻ മേടിച്ച ഈ ചെറിയുള്ളി എല്ലാം വേര് വന്ന് തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് ഉണക്കി ഫ്രിഡ്ജിനകത്ത് ഡ്രൈ ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കുറച്ച് നാൾ ഇരിക്കുമല്ലോ. അപ്പം ഞാൻ ഈ ഹാക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഇറ്റ്സ് വർക്കിംഗ്, യു സീ. അപ്പോൾ എനിവേസ് ഹാക്ക് വർക്കിംഗ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് കുറേ വെളുത്തുള്ളിയല്ല, കുറേ ചുമന്നുള്ളി പൊളിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ മതി. വെള്ളത്തിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൈ കൊണ്ട് ഇച്ചിരി ഹാർഡാണ്. ചില ഉള്ളിക്ക് പെട്ടെന്ന് പൊളിഞ്ഞു വരുന്നുണ്ട്, ചില ഉള്ളി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. മേ ബി അതിൻ്റെ സ്കിന്ന് കുറച്ച് തിക്കാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. പക്ഷേ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഗൈസ് പ്ലീസ് ട്രൈ ദിസ്. എനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നി. യു ഗൈസ് ട്രൈ ദിസ്. ഓക്കെ, ബൈ.